സെക്രട്ടേറിയറ്റിന് മുന്നിലും രാജ്ഭവന് മുന്നിലുമെല്ലാം സമരം നടത്തുമ്പോൾ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അത് പരിഹരിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ തീരുമാനിക്കണം. BJPയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്തായിരിക്കും? 7 വർഷക്കാലം ജില്ലാ പ്രസിഡന്റായിരുന്ന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ S. സുരേഷ് അതിന് മറുപടി പറയും. പരമാവധി പൊതുജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ള സമരമാർഗങ്ങളിൽ നിന്ന് പൊതുപ്രവർത്തകർ മാറി നിൽക്കണം എന്ന അഭിപ്രായം BJPക്കുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിലും രാജ്ഭവന്റെ മുന്നിലാണെങ്കിലും ഇതൊരു സമരത്തിന്റെ ഒരു പൊതുവേദിയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സംഘടനകളെല്ലാം തന്നെ അതിനെ അങ്ങനെ കാണുന്നു. ഇതിന്റെ മുന്നിലൂടെ പോകുന്ന ആളുകളാണ് ബുദ്ധിമുട്ടുന്ന മുഴുവൻ. അതൊരു സമരവേദിയാണ് എന്നുള്ളത് മാറ്റി അതിന് പകരം ഒരു സ്ഥലം കണ്ടെത്തുന്നതിനോട് എന്താണ് അഭിപ്രായം? പഴയകാല സമര രീതി ഒന്ന് മാറ്റുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കണം. അതിനുവേണ്ടി ഒരു സമവായം ആവശ്യമാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നല്ലതാണ്. നമുക്കൊരു പൊതുസ്ഥലം ആകാം, പക്ഷേ പൊതുസ്ഥലം ആകും എന്ന് പറയുന്ന സമയത്ത് ചില വൈകാരികമായ വിഷയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൊതുസമൂഹത്തിൻ്റെ വൈകാരികമായ പ്രകടനം ചിലപ്പോൾ സെക്രട്ടേറിയറ്റിന് നേരെയായിരിക്കും, ചിലപ്പോൾ മുഖ്യമന്ത്രിയെ വഴി തടഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ മന്ത്രിമാരെ വഴി തടഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു പൊതുപരിപാടി അലങ്കോലമാക്കിക്കൊണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സമരങ്ങളൊന്നും പാടില്ല എന്ന അഭിപ്രായമൊന്നും BJPക്കില്ല. പക്ഷേ അതൊക്കെ എക്സെപ്ഷണലായിരിക്കണം. പൊതുവെ ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ള സമര സമീപനങ്ങൾ അതിൽ നിന്ന് നമ്മൾ പതുക്കെ പിന്നാക്കം പോകണം. അതായത് ഡൽഹിയിൽ ജന്തർ മന്ദർ പോലെ, ബാംഗ്ലൂർ ഫ്രീഡം പാർക്ക് പോലെ, ചെന്നൈയിൽ മറീന ബീച്ച് പോലെ ഒരു സമരവേദി നമുക്കും കണ്ടെത്താവുന്നതാണ് അല്ലേ? ഒരു സമവായത്തിലേക്ക് വരട്ടെ. അപ്പോൾ എന്തായാലും BJP നിലപാട് വിശദീകരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി. ഇനി കോൺഗ്രസും CPM അവരുടെ നിലപാട് വിശദീകരിക്കട്ടെ. ക്യാമറമാൻ സജീവമാനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.